ഹായ് ഫ്രണ്ട്സ്, ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാ എൻജോയ് ലൈഫ് മീഡിയയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈദ് സ്പെഷ്യലായിട്ട് ഒരു കിടില് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബീഫ് കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെരുന്നാളൊക്കെ നമുക്ക് പൊളിക്കണ്ടേ, നല്ല കിടിലൻ പെട്ടെന്ന് ചെയ്യുന്നൊരു ബീഫ് കറി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതെ, ഞാൻ 1/2 കിലോ ബീഫാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. ബീഫ് ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളൊരു കുക്കർ എടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബീഫിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അല്പം മതി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി, ഇതിനകത്ത് തന്നെ വെള്ളം ഇറങ്ങും. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഓരോ കുക്കറിലും ഓരോ പാകമായിരിക്കും. എന്നാലും ഈ കുക്കറിൽ ഞാനൊരു 7 വിസിലാണ് ഇത് വേവിക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 7 വിസിലിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. 7 വിസിൽ വന്നിട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കണം. അതിൻ്റെ പച്ചമുളകൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 4 പച്ചമുളക് കീറിയത് അതുകൂടി ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഉള്ളിയാണ്. ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേ പച്ചമുളകൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഉള്ളി ചേർത്ത് കൊടുക്കാം. സവാള മാത്രമായാലും മതി, ചെറിയ ഉള്ളി ആയാലും. പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഏത് കറിക്കും പ്രത്യേകിച്ച് ഇറച്ചിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം, നല്ലൊരു മണത്തിൽ. ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു കുറച്ച് വലിപ്പമുള്ളൊരു തക്കാളി, വലിയ തക്കാളി ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ചൊന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് അതൊന്ന് ഉടഞ്ഞു കിട്ടും. നമുക്ക് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഞാനൊരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ പൊടികൾ ചേർക്കുമ്പോഴൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലകളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് മീറ്റ് മസാലയാണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മീറ്റ് മസാലയാണ്. നമുക്ക് അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ മസാലയൊക്കെ നമ്മുടെ ബീഫിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. നമ്മൾ ബീഫ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നമ്മുടെ കറി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കിക്കോണം. ഈ സമയത്ത് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഞാൻ ഇടാൻ പോവുകയാണ്. ഇഡ്ഡലൻ ബീഫ് കറി തയ്യാറായിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇച്ചിരി മിനുക്ക് പണിയും കൂടെ ഉണ്ട്. കുറച്ച് തേങ്ങയും കൂടെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വറുത്തിടണം. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് വാങ്ങാം. എന്നിട്ട് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് തേങ്ങയും കൂടി വറുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരല്പം മതി, തേങ്ങ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതേ കുറച്ച് തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേളിലേക്ക് ഇതേ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുവാണ്.
കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് നമ്മുടെ ബീഫ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണമല്ലോ. കണ്ടില്ലേ, നല്ല കളറ്, നല്ല മണം, കിടിലന. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കിടിലൻ ടേസ്റ്റ് ആയിരിക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും എൻജോയ് ലൈഫ് മീഡിയയുടെ വക ഈദ് മുബാറക്. ബൈ ബൈ.